രണ്ടാമത്തെ കാര്യം, ഈ കടുവകൾ ഒരു പ്രാവശ്യം ഒരു മനുഷ്യനെ പിടിച്ച് തിന്നു കഴിഞ്ഞാൽ കടുവയ്ക്ക് മനസ്സിലാവും നമ്മളാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പ്രേ. മൃഗങ്ങളെ പോലെ നമുക്ക് മാനുകളെ പോലെ ഓടാൻ പറ്റത്തില്ല, കുരങ്ങളെ പോലെ മരം കയറാൻ പറ്റില്ല, ശക്തിയില്ല, ആനകളെ കരടിയെ പോലുള്ള ശക്തിയില്ല, നമുക്ക് മീനുകളെ പോലെ വെള്ളത്തിൽ നീന്താൻ പറ്റില്ല. ഈ ഉള്ള ആനിമൽ കിങ്ഡത്തിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ആനിമൽസുമായിട്ട് മറ്റു ആനിമൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ആനിമൽസാണ്. ജിം കോർബറ്റിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട്. മാനിറ്റിംഗ് ടൈഗേഴ്സ് ഓഫ് കുമാവൂൺ എന്ന് പറഞ്ഞ കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 400 പേരെ കൊന്ന കടുവയുടെയൊക്കെ കഥകളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. നരഭോജി കടുവകളൊക്കെ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാടിന് വെളിയിൽ എന്തുകൊണ്ടാണ് കുറേ കടുവകൾ വരാൻ കാര്യം വേറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുള്ള കാട്ടിൽ കടുവകൾക്കൊരു ടെറിട്ടറി ഉണ്ട്. ഒരു മെയിൽ ടൈഗർ ആയിരിക്കും മെയിൻ ടെറിട്ടറി, അതിന് ഡോമിനൻറ്റ് മെയിൽ എന്ന് പറയും. പിന്നെ ഡോമിനൻറ്റ് ഫീമെയിൽസ് ഉണ്ട്. അപ്പോൾ ഒരു മെയിൽ ടൈഗറിൻ്റെ അണ്ടറിൽ ഒരു 3-4 ഫീമെയിൽസ് സാധാരണ കാണാറുണ്ട്. ഒരു 50 സ്ക്വയർ കിലോമീറ്ററിനകത്ത് ഒരു 16 കുഞ്ഞുങ്ങളുണ്ട്. 2 വർഷം കഴിയുമ്പോഴത്തേക്കിന് കുഞ്ഞുങ്ങൾ വലുതായിട്ട് അവർക്ക് പിന്നെ ടെറിട്ടറി തേടണം, പുതിയ ടെറിട്ടറി. കാരണം അവരുടെ അമ്മയും അച്ഛനുമാണ് അവിടെ റൂൾ ചെയ്യുന്നത്.